ഹലോ കൂട്ടുകാരെ, എന്നിലെ വീട്ടമ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഗവൺമെൻറ് ജോലി നേടാനുള്ള ഒരു അഫർമേഷനാണ്. ആദ്യം തന്നെ പറയട്ടെ, ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് യൂട്യൂബിൽ മലയാളം അഫർമേഷൻ എന്ന യൂട്യൂബ് ചാനലിലെ ഗവൺമെൻറ് ജോലി നേടാനുള്ള അഫർമേഷൻ എന്ന വീഡിയോ ഇൻസ്പയർഡായി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു കാര്യമാണ്, എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടുമോ, ഞാൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഇനിയും എത്രത്തോളം പഠിക്കാനുണ്ട് എന്നിങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളാവും കൂടുതൽ. നമ്മൾ നിരന്തരം വർക്ക് ചെയ്യാതെ നമുക്കൊരിക്കലും നല്ലൊരു റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. ചിലപ്പോൾ 1-2 ദിവസം മാത്രമായിരിക്കും നമ്മൾ PSCക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടാവുക. അപ്പോഴേക്കും നമുക്ക് മടുപ്പ് വരും. അപ്പോൾ നമ്മുടെ പഠിക്കാനുള്ള മടിയൊക്കെ മാറ്റാനുള്ള ഒരു ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ മാറ്റി പോസിറ്റീവ് തോട്ട്സ് കൊണ്ടുവരാൻ കൂടി ഈ മെത്തേഡ് നമ്മളെ വളരെയധികം സഹായിക്കും. അഫർമേഷൻ എല്ലാ ദിവസവും റിപ്പീറ്റഡായി പറയുന്നതിലൂടെ ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്യപ്പെടും. നിരന്തരമായി ഇത് കേൾക്കുമ്പോൾ നമ്മളിലേക്ക് ഒരു എനർജി കിട്ടുന്നു. ഈ എനർജി നമുക്ക് PSC പഠിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. ഈ ഒരു അഫർമേഷൻ നമ്മൾ നിരന്തരമായി പറയുകയോ കേൾക്കുകയോ ചെയ്യുന്നതിലൂടെ നമ്മുടെ കോൺഫിഡൻസ് കൂടി വരുന്നതായി കാണാം. പഠിക്കാനുള്ള നമ്മുടെ മടിയൊക്കെ പയ്യെ ഇല്ലാതാവുകയും ഇഷ്ടത്തോടു കൂടി പഠിക്കുകയും ചെയ്യും. ഈ അഫർമേഷൻ കാരണം നമുക്ക് പഠിക്കാനുള്ള കഴിവ് കൂടുതലായി മെച്ചപ്പെടുന്നത് കാണാം. മറ്റൊരു കാര്യമാണ് പരീക്ഷാ പേടി എന്നുള്ളത്. ഇതും ഈ അഫർമേഷനിലൂടെ കുറയ്ക്കാൻ സാധിക്കും. ഈ ഒരു അഫർമേഷൻ നിങ്ങൾ നിരന്തരമായി കേൾക്കുന്നതിലൂടെ ചിലപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾ എഴുതാൻ പോകുന്ന PSC എക്സാമിൽ ക്വസ്റ്റ്യനായിട്ട് വരാൻ പോകുന്നത്. എല്ലാ മോട്ടിവേഷനിലും കേൾക്കാറുള്ള, നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പോലും നമ്മളോട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഏത് PSC എക്സാമിന് വേണ്ടിയിട്ടാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ആ എക്സാമിൽ നിങ്ങൾക്ക് എത്രാമത്തെ റാങ്ക് ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ എത്ര റാങ്കിനുള്ളിൽ വരും എന്നൊക്കെ നിങ്ങളുടെ റൂമിലോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ സ്റ്റഡി ഏരിയയിലോ എഴുതി ഒട്ടിച്ചു വെക്കാൻ പറയും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദിവസവും നിങ്ങൾ അത് കാണുകയും 1-2 തവണ ഓട്ടോമാറ്റിക്കായി വായിച്ചു പോവുകയും ചെയ്യും. മറ്റുള്ളവർ ഇത് കാണരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബുക്കിലെങ്കിലും ഒന്ന് എഴുതി വയ്ക്കാൻ പറയും. എഴുതി വെച്ചാൽ മാത്രം പോരാ, എല്ലാ ദിവസവും ആ ബുക്ക് തുറന്ന് അതൊന്ന് വായിച്ചു നോക്കാനും കൂടി പറയാറുണ്ട്. ഇതും ഒരു അഫർമേഷൻ തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾ ആ എക്സാമിൽ നേടുന്ന റാങ്ക് പോലും നിങ്ങൾ ആദ്യം മനസ്സിൽ കണ്ട, നിങ്ങൾ ചുമരിലോ ബുക്കിലോ എഴുതി വെച്ച, നിരന്തരം നിങ്ങൾ അഫർമേഷൻ കൊടുത്തുകൊണ്ടിരുന്ന റാങ്ക് ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ജീവിതത്തിൽ വിജയം കൈവരിച്ച എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ അഫർമേഷൻ ഉപയോഗിച്ചവരാണ്. എന്നെക്കൊണ്ട് അതിന് സാധിക്കും, എനിക്കതിനുള്ള കഴിവുണ്ട്, ഞാൻ അത് നേടിയെടുക്കും എന്നൊക്കെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ മനസ്സിൽ പറഞ്ഞവരായിരിക്കും. അഫർമേഷനിൽ ക്ലാരിറ്റിയോടുള്ള പോസിറ്റീവ് വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഗവൺമെൻറ് ജോലി വരാൻ കാരണമാവുന്ന അഫർമേഷനാണ് പറയുന്നത്. ഇത് കേൾക്കുകയോ പറയുകയോ ചെയ്യുന്ന സമയത്ത് മുഖത്ത് ചെറുപുഞ്ചിരിയോടെ ഫീലിങ്സോടു കൂടി മനസ്സിൽ നിങ്ങളുടെ ഡ്രീം ജോബായ ഗവൺമെൻറ് ജോബ് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അതിനെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പറയാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾ പറയേണ്ടത് രാവിലെ എഴുന്നേറ്റ ഉടനെയും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിനും മുൻപുമാണ്. ഈ ഒരു സമയം നിങ്ങൾ ഇത് പറയുമ്പോൾ ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നല്ല രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്യപ്പെടും. ഈ ഒരു സമയം നമ്മുടെ ചിന്തകൾ കുറവായിരിക്കും, നമ്മളെ ശല്യം ചെയ്യുന്ന സൗണ്ടുകളോ മറ്റോ ഉണ്ടാവില്ല. ഈ സമയത്ത് അഫർമേഷൻ പറയുന്നത് നമ്മുടെ മനസ്സിൽ പവർഫുള്ളായി തന്നെ കയറും. നിങ്ങൾ PSC എക്സാമിന് വേണ്ടി ഒരു ടോപ്പിക് പഠിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ 1 മണിക്കൂറാണ് നിങ്ങൾ പഠിച്ചതെങ്കിലും പഠിച്ച കാര്യം നിങ്ങളൊന്ന് റിവിഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അത് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതിനുശേഷം ഈ അഫർമേഷൻ ഒന്ന് കേൾക്കുകയോ വായിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് PSCക്ക് പഠിക്കാനുള്ള കോൺഫിഡൻസ് ഇരട്ടിയായി തന്നെ വർദ്ധിക്കുന്നത് കാണാം. ഇത് ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യം കൂടിയാണ്. നമ്മൾ പഠിച്ച കാര്യം ഒന്ന് റിവിഷൻ ചെയ്തതിനു ശേഷം അഫർമേഷൻ കേൾക്കുമ്പോൾ ആദ്യം തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ മനസ്സിലെ സ്ട്രെസ്സൊക്കെ കുറഞ്ഞ് ഒന്ന് കാമായിട്ടിരിക്കുന്നത് കാണാം. പിന്നെ ടെൻഷൻ ഇല്ലാതെ നമ്മൾ എക്സാം എഴുതുന്നതും നമ്മൾ ആഗ്രഹിച്ച റാങ്ക് നമുക്ക് ലഭിക്കുന്നതും അഡ്വൈസ് മെമ്മോ നമുക്ക് കയ്യിൽ കിട്ടുന്നതും നമ്മൾ ഗവൺമെൻറ് ജോലിയിൽ കയറുന്നതുമെല്ലാം അതോടൊപ്പം
വിഷ്വലൈസ് കൂടി ചെയ്താൽ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നതായി കാണാം. ഇതൊരു പ്രാർത്ഥന കൂടിയാണ്. ഫീലിങ്സോട് കൂടി തന്നെ പറയാൻ ശ്രമിക്കുക. ദിവസവും പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ഒരു 5-10 മിനിറ്റ് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്നതിലൂടെ നിങ്ങളുടെ ലൈഫ് മാറി മറിയുന്നതായി കാണാം. ഈ അഫർമേഷനിലൂടെ ഉണ്ടാകുന്ന പോസിറ്റീവ് ചിന്തകളൊക്കെ നിങ്ങളുടെ പഠിക്കാനുള്ള മടി മാറ്റുകയും പഠിക്കാൻ നിങ്ങളെ കൂടുതൽ പ്രേരിപ്പിക്കുകയും ചെയ്യും. പോസിറ്റീവായിട്ടുള്ള ഇതിലെ ഓരോ വാക്കും നിങ്ങളെ വിജയത്തിലെത്തിക്കും. ഇങ്ങനെ നിങ്ങൾ റിപ്പീറ്റഡായി പറയുമ്പോൾ നിങ്ങളിലേക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഒന്നും തന്നെ പഠിക്കാതെ ഈ അഫർമേഷൻ മാത്രം കേട്ടിട്ട് ഒരു കാര്യവുമില്ല. ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ഒരു നല്ല മോട്ടിവേഷൻ ആക്കിയെടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പഠിക്കുക. നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നുള്ള തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഒരു വിശ്വാസത്തോടു കൂടിയും ഫീലിങ്സോടു കൂടിയും തന്നെ നിത്യവും അഫർമേഷൻ പറയാനും കേൾക്കാനും ശ്രമിക്കുക. നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിൻ്റെ അന്നുവരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ അഫർമേഷൻ പറയാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അഫർമേഷൻ നിങ്ങളുടെ വോയിസിൽ റെക്കോർഡ് ചെയ്തതിനു ശേഷം കേൾക്കാം. നിങ്ങളുടെ വോയിസിൽ തന്നെ നിങ്ങൾ അഫർമേഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ എഫക്റ്റീവ് ആവും. ഗവൺമെൻറ് ജോലി ലഭിക്കാനുള്ള അഫർമേഷൻ ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. എഴുതിയെടുത്തപ്പോൾ 2-3 പേജ് ഉണ്ടെങ്കിലും അത് കാണുമ്പോൾ പേടിക്കണ്ട. 5 മിനിറ്റ് മതി അത് കേൾക്കാൻ. ആ അഫർമേഷനിൽ 2-3 വാക്കുകൾ മാറ്റം വരുത്താമെന്ന് എനിക്ക് തോന്നി. അതും കൂടി ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന ആ ജോലി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന ആ ജോലി എന്താണെന്ന് എനിക്കിപ്പോൾ കൃത്യമായ ക്ലാരിറ്റിയുണ്ട്. ഈ അഫർമേഷനിൽ ആ ജോലി എന്ന് എഴുതിയത് മാറ്റിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നത് ഏത് എക്സാമിന് വേണ്ടിയിട്ടാണോ, നിങ്ങൾക്ക് ഏത് ഗവൺമെൻറ് ജോബാണ് വേണ്ടത്, ആ ജോബിൻ്റെ പേര് അവിടെ കൃത്യമായി നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി സിവിൽ എക്സസൈസ് ഓഫീസറാണെങ്കിൽ അത് എഴുതാം. അല്ലെങ്കിൽ LD ക്ലർക്കോ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റോ ഏതുമാവട്ടെ അത് കൃത്യമായി എഴുതി കൊടുക്കാം. അത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ആഗ്രഹിക്കുന്ന LD ക്ലർക്ക് എന്ന ഗവൺമെൻറ് ജോലി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന LD ക്ലർക്ക് എന്ന ഗവൺമെൻറ് ജോലി എന്താണെന്ന് എനിക്കിപ്പോൾ കൃത്യമായ ക്ലാരിറ്റിയുണ്ട്. ഇങ്ങനെ എഴുതാം നമുക്ക്. ഏത് ഗവൺമെൻറ് ജോബാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് കൃത്യമായി അവിടെ എഴുതി കൊടുക്കുക. നേരത്തെ പറഞ്ഞു ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള വാക്കുകളാണ് അഫർമേഷനിൽ വേണ്ടത്. നമുക്ക് മുന്നിലൊരു ലക്ഷ്യം ഉണ്ടല്ലേ, ആ ലക്ഷ്യം കൃത്യമായിട്ട് തന്നെ എഴുതി കൊടുക്കുക. ഉയർന്ന പൊസിഷനിലുള്ള ഒരു റാങ്ക് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഉയർന്ന പൊസിഷൻ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് നിങ്ങൾ എഴുതാൻ പോകുന്ന PSC എക്സാമിന് നിങ്ങൾക്ക് എത്ര റാങ്ക് ലഭിക്കുമെന്നൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ റാങ്ക് നമുക്ക് കൃത്യമായി അവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. ചില ഉദ്യോഗാർത്ഥികൾ 1-ാം റാങ്ക് തന്നെ ലക്ഷ്യമിടുന്നുണ്ടാവാം. ചിലർക്ക് ഏറ്റവും കൂടുതൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ ഒരു റാങ്ക് ലഭിക്കാനായിരിക്കാം ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇതെങ്ങനെ മാറ്റി എഴുതാമെന്ന് നോക്കാം. 1-ാം റാങ്ക് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ എഴുതാം? ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ ഒരു റാങ്ക് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ലക്ഷ്യമിടുന്ന റാങ്ക് ഏതാണോ അത് കൃത്യമായി എഴുതുക. ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള ആ റാങ്ക് സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. ഇവിടെ ആ റാങ്ക് സ്വീകരിക്കാൻ എന്ന ഭാഗം മാറ്റിയിട്ട് അവിടെ എന്തെഴുതാം? ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള 1-ാം റാങ്ക് സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. അല്ലെങ്കിൽ എന്തെഴുതാം? ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ ഒരു റാങ്ക് സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിനനുസരിച്ച് മാറ്റി എഴുതാവുന്നതാണ്. ഗവൺമെൻറ് ജോലി നേടാനുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു മലയാളം അഫർമേഷനാണിത്.
ഉദ്യോഗാർത്ഥികളായ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള നല്ലൊരു അഫർമേഷൻ തയ്യാറാക്കി തന്ന മലയാളം അഫർമേഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചാനൽ നല്ലൊരു മോട്ടിവേഷൻ ചാനൽ കൂടിയാണ്. PSCയുമായി ബന്ധപ്പെട്ട മോട്ടിവേഷൻ വീഡിയോസും ഈ ചാനലിലുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങളെ പഠിക്കാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. മലയാളം അഫർമേഷൻ എന്ന ചാനലിൽ ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള അഫർമേഷൻസ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരുന്നൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക. ഈ അഫർമേഷൻ എത്രത്തോളം എഫക്റ്റീവാണെന്ന് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ചാനലിൽ ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള അഫർമേഷൻസ് എക്സാം ദിവസം വരെ എന്നും രാവിലെയും ഉറങ്ങുന്നതിന് മുൻപും ഇത് ഫീൽ ചെയ്തുകൊണ്ട് കേൾക്കൂ, അല്ലെങ്കിൽ എഴുതി വെച്ച് സ്വയം പറയൂ എന്ന തംബ്നെയിലോട് കൂടിയ ഒരു വീഡിയോ കാണാം. ഈ വീഡിയോയിൽ അഫർമേഷൻ ഓഡിയോ രൂപത്തിലുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും കേൾക്കാം. നിങ്ങൾ ഈ അഫർമേഷൻ എന്നും എടുത്തു നോക്കുന്ന ഒരു ബുക്കിൽ എഴുതി വെക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് PSCക്ക് വേണ്ടിയിട്ടൊരു ഡയറിയോ പ്ലാനർ ബുക്കോ ഉണ്ടെങ്കിൽ അതിൽ എഴുതി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എല്ലാ ദിവസവും നിങ്ങളുടെ PSC പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ ബുക്ക് തുറന്നു നോക്കാറുണ്ട്. അങ്ങനെ തുറന്നു നോക്കുമ്പോൾ നമ്മൾ എന്തായാലും ഈ അഫർമേഷൻ കാണുകയും അത് വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇത്തരം ബുക്കുകളായിരിക്കും എവിടേക്കെങ്കിലും പോകുമ്പോഴൊക്കെ കയ്യിൽ കൊണ്ടുപോകാറുള്ളതും. ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1-2 ദിവസം മാറി നിൽക്കേണ്ടി വരുമ്പോഴൊക്കെ ഈ ബുക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ വയ്ക്കാൻ സാധിക്കും. എന്നും നമ്മൾ മറച്ചു നോക്കുന്ന ഒരു ബുക്കിൽ എഴുതാൻ ശ്രമിക്കുക. അതുപോലെ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഇതൊന്ന് വായിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ മൈൻഡ് അപ്പോൾ ഫ്രഷ് ആയിരിക്കും. ഫ്രഷ് മൈൻഡിലേക്ക് ഈ അഫർമേഷൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.